എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഞാൻ നേരത്തെ എടുത്തുകൊണ്ടിരുന്ന ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻ എടുക്കാനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നീറ്റ് എക്സാം ഉടനെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇന്നൊരു സർപ്രൈസ് ആയിട്ടൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. പക്ഷെ അതിപ്പോഴല്ല, ഞാൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ശരി, ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ പേജ് നമ്പർ 280 ബ്ലഡ് ഗ്രൂപ്പ്സ് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓൾറെഡി നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, നമ്മൾ ഫോംഡ് എലമെന്റ്സ്, അതുപോലെ തന്നെ പ്ലാസ്മ, അതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ്സുകളെ പറ്റിയിട്ട് പഠിക്കുന്നു. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇല്ലാത്തൊരു കാര്യം ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. ബ്ലഡ് ഗ്രൂപ്പ്സിൽ പല ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ്സുകളുണ്ട്, ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഇവിടെ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ABO ക്ലാസിഫിക്കേഷനും പിന്നെ RH ഗ്രൂപ്പിങ്ങും ആണ് പറയുന്നത്. അപ്പം എൻ്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ABO ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ അറിയാമെന്നുള്ളവരൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഒറ്റയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവിടെ കമൻറ്റ് ചെയ്തേക്കരുത്, അല്ലാതെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പോർഷനിലോട്ട് വരാം. ബ്ലഡ് ഗ്രൂപ്പ്സ്. ആസ് യു നോ, ബ്ലഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഡിഫർ ഇൻ സർട്ടൻ ആസ്പെക്ട്സ് ത്രൂ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി സിമിലർ. വേണ്ടാന്ന് വേണ്ട കേട്ടോ. വേരിയസ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ബ്ലഡ് ഹാസ് ബീൻ ഡൺ. യെസ്, ടു സച്ച് ഗ്രൂപ്പിംഗ്സ് ദ ABO ആൻഡ് RH ആർ വൈഡ്ലി യൂസ്ഡ് ഓൾ ഓവർ ദ വേൾഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ABO ഗ്രൂപ്പിങ്ങും RH ഗ്രൂപ്പിങ്ങുമാണ് നമുക്ക് വേൾഡിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ABO ഗ്രൂപ്പിംഗ്. ABO ഗ്രൂപ്പിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ടു സർഫസ് ആൻറ്റിജൻ. ആൻറ്റിജൻസ് എന്ന് പറയുന്നത് കെമിക്കൽസ് ദാറ്റ് ക്യാൻ ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓൺ RBCs, നെയിംലി A and B. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ABO ഗ്രൂപ്പിംഗ് പറയുന്നതിന് മുൻപ് രണ്ട് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒന്ന് ആൻറ്റിജൻ, രണ്ടാമത്തത് ആൻറ്റിബോഡി. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയുണ്ടാവും. ആൻറ്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പുറത്തുനിന്ന് ഒരു ഫോറിൻ ബോഡീനെ നമ്മൾ ആൻറ്റിജൻ എന്ന് വിളിക്കും. നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണെങ്കിൽ നമ്മൾ ആൻറ്റിബോഡീസ് എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ ആൻറ്റിബോഡീസ് എന്ന് വിളിക്കും. അങ്ങനെ ആൻറ്റിജൻ, ആൻറ്റിബോഡീസ്, ഇത് രണ്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ആൻറ്റിജൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിപ്പിച്ചവരാരാണോ അവരെ നമ്മൾ ആൻറ്റിജൻ എന്ന് വിളിക്കും. അങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ നീറ്റിന് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ആൻറ്റിജൻ എവിടെയാണ് കാണുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻറ്റിജൻ എന്ന് പറയുന്നത് RBCസിലാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആൻറ്റിബോഡീസ് എവിടെയാണ് കാണുന്നതെന്ന്. ആൻറ്റിബോഡീസ് പ്ലാസ്മയിലാണ് കാണുന്നത്. ഓക്കെ, ആൻറ്റിജൻ RBCയിലും ആൻറ്റിബോഡീസ് പ്ലാസ്മയിലുമാണ് കാണുന്നത്. നമ്മുടെ NCERTയിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് ഇതിന്ന് തപ്പിയെടുക്കാൻ നല്ല പാടാണ് കേട്ടോ. അതായത് നോക്കിക്കോളൂ, പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ടു സർഫസ് ആൻറ്റിജൻസ്. ആൻറ്റിജൻസ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ദാറ്റ് ക്യാൻ ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസസ് ഓൺ RBCs, നെയിംലി A and B. അങ്ങനെ ആൻറ്റിജൻ എന്ന് പറയുന്നത് A ആൻറ്റിജൻ, B ആൻറ്റിജൻ, അങ്ങനെ രണ്ട് ടൈപ്പ് ആൻറ്റിജൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സിമിലർലി ദ പ്ലാസ്മ ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് കണ്ടെയ്ൻ ടു നാച്ചുറൽ ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആൻറ്റിജൻ വന്നു, ഈ ആൻറ്റിജന് തിരിച്ച് എതിരായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസുകളെയാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഈ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ആൻറ്റിജൻ എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഉണ്ട്, ആൻറ്റിജൻ A, ആൻറ്റിജൻ B. അതുപോലെ തന്നെ ആൻറ്റിബോഡീസ് രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്താണ് ആൻറ്റിബോഡി A, ആൻറ്റിബോഡി B. അങ്ങനെയാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. The distribution of antigen and antibodies in the four groups of blood A, B, AB and O are given in the table 18.1. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ടേബിൾ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ടെക്സ്റ്റിൽ പറയാത്തൊരു കാര്യമാണ്. സപ്പോസ് ഇപ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് വിചാരിക്കുക. A ആണ് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുള്ളത് ആൻറ്റിജൻ A ആണ്. ആൻറ്റിജൻ A ആണ്, ശ്രദ്ധിക്കുക, ആൻറ്റിജൻ A ആണ് നിങ്ങളുടെ ബോഡിയിലുള്ളത്. അപ്പം നിങ്ങളുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡി എന്താണ്? ആൻറ്റി B ആണ്, ആൻറ്റി B. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും
ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ എന്താണുള്ളത്? ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ ബി ആണുള്ളത്. നിങ്ങൾ എ ബ്ലഡ് ഗ്രൂപ്പുകാരാണ്, നിങ്ങളുടെ ബോഡിയിലുള്ളത് ആൻറ്റി ബി ആണ്. ഈ ആൻറ്റി ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ ആൻറ്റിബോഡി റിയാക്ഷൻസ് സംഭവിക്കും. ആ ഒരു സംഭവം നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുക. അത് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ ടേബിൾ നോക്കാനായിട്ട്. മനസ്സിലായല്ലോ? ഈ ടേബിളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തൊന്നുമില്ല. ഇവിടെ നിന്ന് ചോദിക്കുവാണെങ്കിൽ തന്നെ യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്, യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്ന 2 ചോദ്യങ്ങളെ നിങ്ങളടുത്ത് ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് യു പ്രോബബ്ലി നോ ദാറ്റ് ഡ്യൂറിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എനി ബ്ലഡ് കനോട്ട് ബി യൂസ്. ദ ബ്ലഡ് ഓഫ് ദ ഡോണർ ഹാസ് ടു ബി കെയർഫുള്ളി മാച്ച്ഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് ദ റെസിപ്പിയൻറ്റ് ബിഫോർ എനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടു അവോയ്ഡ് സിവിയർ പ്രോബ്ലംസ് ഓഫ് ക്ലംപിംഗ്. അപ്പോൾ ഞാൻ ഈ സംഭവം ഞാൻ പറഞ്ഞതില്ലേ, എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പും ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പും അത് മനസ്സിലാക്കി തന്നത് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ഒരുങ്ങുന്നതിന് മുൻപ് ഡോണർ എന്ന് വെച്ചാൽ ആരാണോ ബ്ലഡ് കൊടുക്കുന്നവർ, റെസിപ്പിയൻ്റ് എന്ന് വെച്ചാൽ ആരാണോ ബ്ലഡ് മേടിക്കുന്നവർ, ഇവരുടെ 2 പേരുടെയും ബ്ലഡ് ഏത് ഗ്രൂപ്പാണെന്ന് നോക്കിയിട്ട് വേണം, മാച്ചിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് എപ്പോഴും ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ക്ലംപിംഗ് ഉണ്ടാകും. ആ ക്ലംപിംഗ് എന്നുള്ള വേർഡ് നോക്കിക്കോളൂ. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ട്രക്ഷൻ ഓഫ് RBCs. ഓക്കെ, RBC ലൈസിസ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ അടുത്ത 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ, യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് AB ബ്ലഡ് ഗ്രൂപ്പും O ബ്ലഡ് ഗ്രൂപ്പും ആണ് ഈ ടേബിളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഈ AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ആൻറ്റിജൻസ് ആബ്സെൻ്റ് ആണ്. അതായത് ആൻറ്റിജൻ Aയും ആൻറ്റിജൻ Bയും ആബ്സെൻ്റ് ആണ്. ആൻറ്റിബോഡീസ് ആൻറ്റിജൻ Aയും ആൻറ്റിജൻ Bയും പ്രസൻ്റ് ആണ്, ആൻറ്റിബോഡീസ് ആബ്സെൻ്റ് ആണ്, AB എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇത് ഓർത്ത് ഇരിക്കാനൊക്കെ നല്ല പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആലോചിച്ച് വെച്ചിരുന്നത് എന്താ വെച്ചാൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവാണ്. അപ്പം ഞാൻ ആലോചിച്ചത് എനിക്ക് ആൻറ്റിബോഡീസ് ഇല്ല. അങ്ങനെ ഞാൻ ഉറപ്പിച്ച് വെച്ചു, എനിക്ക് ആൻറ്റിബോഡീസ് ഇല്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആൻറ്റിജൻ ആണ് ഉള്ളത്, എയും ബിയും. അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെ നിന്ന് വേണമെങ്കിലും ബ്ലഡ് മേടിക്കാം. എന്നുവെച്ചാൽ എനിക്ക് ആരെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. എവിടെ വേണോ പോയി ചെന്നിട്ട് എനിക്ക് ആരുടെ ബ്ലഡ് വേണോ മേടിക്കാം. എനിക്ക് എയിൽ നിന്ന് മേടിക്കാം, ബിയിൽ നിന്ന് മേടിക്കാം, Oയിൽ നിന്ന് മേടിക്കാം, ABയിൽ നിന്ന് മേടിക്കാം, അങ്ങനെ ആരുടെ വേണമെങ്കിൽ മേടിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്. അങ്ങനെയാണ് ഞാൻ എന്നെ വെച്ചിട്ട് പഠിച്ചു വെച്ചിരുന്നത്. കാരണം എനിക്ക് ഓർമ്മയിരിക്കത്തില്ല, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ അപ്പം AB എൻ്റെത് അറിയാമല്ലോ എനിക്ക്. അതുകൊണ്ട് തന്നെ O എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് ഞാൻ പഠിച്ചു വെച്ചിരുന്നത്. Oക്ക് ആണെങ്കിൽ ആൻറ്റിജൻസ് ഒന്നുമില്ല, അവർക്ക് ആൻറ്റിബോഡീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് O ബ്ലഡ് ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചിരുന്നത്. നിങ്ങൾക്കും അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ A ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ B ബ്ലഡ് ഗ്രൂപ്പ് ആണ്, നിങ്ങൾക്ക് AB ബ്ലഡ് ഗ്രൂപ്പ് അല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നത് വേണ്ട കേട്ടോ. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓർത്ത് വെച്ചാൽ മതി. ഇവർ ക്വാറന്റൈൻ ടീച്ചറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് ആണ്. അങ്ങനെ അങ്ങ് ആലോചിച്ച് വെച്ചു, ചുമ്മാ ആർക്കും പറയണ്ട, നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ശരി. നെക്സ്റ്റ് വരുന്നത് RH ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ RH ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ പാരഗ്രാഫ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫിൻ്റെ ആവശ്യം ഇവിടെ നമ്മുടെ നീറ്റ് എക്സാമിന് ഒട്ടും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ബോർഡ് എക്സാമിന് വലിയ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എന്താണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം അതിന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. സപ്പോസ് ഇപ്പോൾ ഒരു പ്രഗ്നൻറ്റ് വുമൺ എടുക്കുക, അവർ RH നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക. അതായത് RH നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് A നെഗറ്റീവ്, B നെഗറ്റീവ്, അങ്ങനെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഗ്രൂപ്പ് ഉള്ള ഒരു പ്രഗ്നന്റ് ലേഡി. ആ പ്രഗ്നന്റ് ലേഡിയുടെ ഫീറ്റസ് എന്ന് പറയുന്നത് ബേബി. അപ്പോൾ ഫീറ്റസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ബ്ലഡ് ആണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു പോസിറ്റീവ് ബ്ലഡ് ആണെന്ന് വിചാരിക്കാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെ ബ്ലഡും അതുപോലെ തന്നെ കുട്ടിയുടെ ബ്ലഡും തമ്മിൽ ഒരു കോണ്ടാക്റ്റും വരുന്നില്ല. അവർ ഡെലിവറി ആകുന്നത് വരെ ഒരു ബ്ലഡ് തമ്മിൽ ഒരു കോണ്ടാക്റ്റും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് ബ്ലഡും പോസിറ്റീവ് ബ്ലഡും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ ഡെലിവറി നടക്കുന്ന സമയത്ത് കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ്, അതായത് RH പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് അമ്മയുടെ ബോഡിയിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഫസ്റ്റ് പോകുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ബോഡി ഒരുപാട് റിയാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുട്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ആ കുട്ടി സേഫായിട്ട് അടിപൊളിയായിട്ട് ചിരിച്ചിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്ത് സംഭവിച്ചു? ആദ്യത്തെ ഡെലിവറി തന്നെ കുട്ടിയുടെ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് അമ്മയുടെ ബോഡിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ബോഡീനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഫോറിൻ ബോഡിയാണ്, അല്ലെങ്കിൽ അതൊരു ആൻറ്റിജൻ ആണ്. അപ്പോഴത്തേനും അമ്മയുടെ ബോഡി എന്ത് ചെയ്യും? ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആർക്കെതിരെ? ഈ കുട്ടിയുടെ RH പോസിറ്റീവ് ബ്ലഡിനെതിരെ
അമ്മയുടെ ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻറ്റിബോഡീസിനെ എന്ത് ചെയ്യും? അമ്മയുടെ ബോഡി സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഒരു പ്രഗ്നൻസി ആകുമ്പോഴത്തേനും ആ കുട്ടിയും പോസിറ്റീവ് ബ്ലഡ് ആണെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി അവർക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറി ഓർ ആൻറ്റിബോഡീസ് ഇവിടെ ഇരിപ്പുണ്ട്. അവർക്ക് മനസ്സിലാവും മറ്റേ പഴയ ആൾ തന്നെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ പണി തുടങ്ങേണ്ടിയിരിക്കുന്നു, അവരെ ഉപദ്രവിക്കേണ്ടിയിരിക്കുന്നു എന്ന് അമ്മയുടെ ബോഡിയിലുള്ള ആ ആൻറ്റിബോഡീസ്, സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ആൻറ്റിബോഡീസ് റിയലൈസ് ചെയ്തിട്ട് അവർ പോയി ചെന്നിട്ട് കൊച്ചിനെ കൊല്ലും. അതാണ് അവർ ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷൻ കാരണം, കൊച്ചിനെ നശിപ്പിക്കുന്നത് കാരണം, കൊച്ചിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന 2 കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് അനീമിയ, രണ്ടാമത്തത് ജോണ്ടിസ്. അങ്ങനെ ആ കുട്ടിയുടെ ജീവൻ തന്നെ അപകട നിലയിലോട്ട് പോകും. ആ ഒരു കണ്ടീഷനെയാണ് പറയുന്നത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നീറ്റിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ചോദിക്കുവാണെങ്കിൽ തന്നെ ഇങ്ങനൊരു ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് RH നെഗറ്റീവും കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് RH പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത്, അനീമിയ, ജോണ്ടിസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് വേറൊന്നും ചോദിക്കത്തില്ല. പിന്നെ ഞാൻ അത് പഠിച്ചു വെച്ചത്, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പേരങ്ങ് പഠിച്ചതാണ്, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അങ്ങ് മറക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വലിയ പേര് പെട്ടെന്ന് ഒരു ദിവസം പഠിക്കുമ്പോഴത്തേനും പിന്നെ അത് മറക്കത്തില്ലല്ലോ. അങ്ങനെ അതൊരു ത്വര കൊണ്ട് ഞാൻ അങ്ങ് പഠിച്ചു വെച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെതിരായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇതിനെതിരായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ RH ആൻറ്റിബോഡീസ് ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് RH ഗ്രൂപ്പിൽ കഴിഞ്ഞു. ഇനി കൊയാഗുലേഷൻ ഓഫ് ദ ബ്ലഡ്. ഈ കൊയാഗുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ NCERTയിൽ എഴുതിയിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ഒരു ഫ്ലോ ചാർട്ട് തുടങ്ങുമ്പോഴത്തേനും ആദ്യം എങ്ങനെയാണ് തുടങ്ങുന്നത് അതിൽ നിന്നാണ് അവസാനത്തിലോട്ട് പോകുന്നത്, അല്ലാതെ അവസാനത്തിൽ നിന്ന് മേലോട്ടല്ല പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വായിക്കുമ്പോഴത്തേനും നിങ്ങൾ ഒരു ക്ലോട്ട് ഫോം ചെയ്തു, ക്ലോട്ടിൽ നിന്ന് നിങ്ങൾ ബാക്കിലോട്ട് പോവുകയാണ്. അവിടെ മുറിവുണ്ടായത് വരെ നിങ്ങൾ ബാക്കിലോട്ടാണ് പോകുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഒരു മുറിവുണ്ടായി, അപ്പോൾ അത് പറഞ്ഞു തന്നിട്ട് ഞാൻ NCERTയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു മുറിവുണ്ടാകുമ്പോഴത്തേനും എന്ത് ചെയ്യും? നിങ്ങളുടെ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ബോഡി ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടും, നമുക്കിവിടെ ഒരു പണി ചെയ്യേണ്ടിയിരിക്കുന്നു, ഇവിടെ ഫുൾ ബ്ലഡൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വേഗം അത് പോയിട്ടൊന്ന് ക്ലോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ബോഡി തന്നെ പറയും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോംബോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ റിലീസ് ചെയ്യും നമ്മുടെ ബോഡി. ത്രോംബോകൈനേസ് അല്ലെങ്കിൽ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് വേണമെങ്കിൽ പറയാം. ത്രോംബോകൈനേസിനെ റിലീസ് ചെയ്യും. ഈ ത്രോംബോകൈനേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മര്യാദയ്ക്ക് ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്ന പ്രോത്രോംബിനെ വിളിച്ചുണർത്തി വാ നമുക്ക് പണി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ പ്രോത്രോംബ് ഉറങ്ങിക്കിടക്കുകയാണ്. ഇവരെ ഉണർത്തുമ്പോഴത്തേനും, അതായത് ഇനാക്റ്റീവ് ഫോമിൽ നിന്ന് ആക്റ്റീവ് ഫോമിലോട്ട് മാറ്റുകയാണ് അവർ. ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തുന്നു. ഓക്കെ, അപ്പോൾ അതിന് ത്രോംബോകൈനേസ് എൻസൈമാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. മനസ്സിലായല്ലോ? ഈ ത്രോംബിൻ പോയി ചെന്നിട്ട് ഫൈബ്രിനോജൻ, അതുപോലെ ഉറങ്ങിക്കിടന്ന ഒരാളാണ് ഫൈബ്രിനോജനെ പോയി ചെന്നിട്ട് വരൂ നമുക്ക് പണി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫൈബ്രിനോജനെ ഉണർത്തി ഫൈബ്രിനാക്കി മാറ്റി. ഫൈബ്രിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കുറച്ചൊരു എന്താ പറയുക, ഫൈബേഴ്സ് അല്ലെങ്കിൽ നാരുകളെന്ന് പറയാം. ഈ ഫൈബേഴ്സ് എല്ലാം കൂടി ചേർന്ന് നമ്മുടെ WBCസും RBCസും എല്ലാത്തിനെയും കൂടി കെട്ടിപ്പിടഞ്ഞൊരു എന്താ പറയുക, ഒരു വല തന്നെ ഉണ്ടാക്കി നമ്മുടെ മുറിവിൻ്റെ അവിടെ കവർ ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ ബ്ലഡ് അങ്ങോട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകത്തില്ല. ആ മുറിവ് ഫുൾ ക്ലോസ് ചെയ്തു അവർ. ഈ നാരുകളും RBCയും WBCയും പ്ലേറ്റ്ലെറ്റ്സും എല്ലാവരെയും വിളിച്ചു വരുത്തി അവിടെ പണി ചെയ്ത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഫുൾ ക്ലോസ് ചെയ്ത് വെച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോലൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ക്ലോട്ടിംഗ് മെക്കാനിസം. ആ ഇലക്ട്രോലൈറ്റാണ് കാൽഷ്യം. ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ മറക്കരുത്. കാൽഷ്യമാണ് ഇവിടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു പോർഷനിലോട്ട് പോവാം. കൊയാഗുലേഷൻ ഓഫ് ദ ബ്ലഡ്. യു നോ ദാറ്റ് വെൻ യു കട്ട് യുവർ ഫിംഗർ ഓർ യു ഹേർട്ട് യുവർ സെൽഫ്, അതൊന്നും വേണ്ടട്ടാ, അതൊന്നും ശരിയല്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, ബ്ലഡ് എക്സിബിറ്റ്സ് കൊയാഗുലേഷൻ ഓർ ക്ലോട്ടിംഗ് ഇൻ റെസ്പോൺസ് ടു എൻ ഇഞ്ചുറി ഓർ ട്രോമ. അതായത് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിന് റിയാക്ട് ചെയ്യും. കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ റിയാക്ട് ചെയ്യും. ദിസ് ഈസ് എ മെക്കാനിസം ടു പ്രിവെൻറ്റ് എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സസീവ് ലോസ്, ബ്ലഡ് ലോസ് ആകുന്നതിന്, ബ്ലഡ് നഷ്ടപ്പെടുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. യു വുഡ് ഹാവ് ഒബ്സർവ്ഡ് എ ഡാർക്ക് റെഡിഷ് ബ്രൗൺ സ്കം ഫോംഡ് അറ്റ് ദ സൈറ്റ് ഓഫ് എ കട്ട് ഓർ എൻ ഇഞ്ചുറി ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഈസ് എ ക്ലോട്ട്. അത് മാർക്ക് ചെയ്ത് വെച്ചോട്ടോ, ആ സെൻറ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചോ. ഇറ്റ് ഈസ് എ ക്ലോട്ട് ഓർ കൊയാഗുലം ഫോംഡ് മെയിൻലി ഓഫ് എ നെറ്റ്വർക്ക്. സോറി കേട്ടോ, ഫോൺ വന്നതാണ്, കട്ട് ചെയ്തിട്ടുണ്ട്.
This is a mechanism to prevent എൻ്റെ സെന്റൻസ് എല്ലാം തെറ്റിപ്പോയി. It is a clot or coagulation formed mainly of a network of threads called fibrins in which dead and damaged formed elements of blood are trapped. അതാണ് ഞാൻ പറഞ്ഞ ഫൈബ്രിൻസും അതുപോലെ തന്നെ ഡെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഫോംഡ് ഇലമെന്റ്സിനെ എല്ലാം, അതായത് ഫോംഡ് ഇലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? WBC, RBC, പ്ലേറ്റ്ലെറ്റ്സ്, ഇവരെല്ലാവരുമാണ്. ഇവരെയൊക്കെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് ഒരു വല പോലെ വെച്ചിരിക്കുകയാണ് ഈ ക്ലോട്ട് അല്ലെങ്കിൽ കൊയാഗുലോ എന്ന് പറയുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഫൈബ്രിൻസ് എന്ന് പറയുന്നത് ആർ ഫോംഡ് ബൈ ദ കൺവേർഷൻ ഓഫ് ഇൻവാക്റ്റീവ് ഫൈബ്രിനോജൻസ് ഇൻ ദ പ്ലാസ്മ ബൈ എൻസൈം ത്രോംബിൻ. ത്രോംബിൻ എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നുണ്ട്. ത്രോംബിൻസിനെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ത്രോംബിൻസ് ഇൻ ടേൺ ആർ ഫോംഡ് ഫ്രം ദ അനദർ ഇനാക്റ്റീവ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദ പ്ലാസ്മ കോൾഡ് പ്രോത്രോംബിൻ. ഓക്കെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആൻ എൻസൈം കോംപ്ലക്സ് ത്രോംബോകൈനേസ് അല്ലെങ്കിൽ ത്രോംബോപ്ലാസ്റ്റിൻ ഈസ് റിക്വയർഡ് ഫോർ ദ എബോ റിയാക്ഷൻ. This complex is formed by a series of linked enzymic reaction involving a number of factors present in the plasma in an inactive state. An injury or trauma stimulates the platelets in the blood to release certain factors which activate the mechanism of coagulation. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത്രേ ഉള്ളൂ, അത് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത കാരണം ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നില്ല. ഇവിടെ പറയുന്നത് ഈ ഒരു ക്ലോട്ടിംഗ് മെക്കാനിസം നടക്കുന്നെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫാക്ടർ 1, ഫാക്ടർ 2, ഫാക്ടർ 3, ഫാക്ടർ 7, ഫാക്ടർ 9 അങ്ങനെ പല ടൈപ്സ് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് കൂടെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വേഗം എൻട്രൻസ് എക്സാം എഴുതി പാസ്സായി നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കയറി ഫസ്റ്റ് ഇയർ ആകുമ്പോൾ തന്നെ ഇതെല്ലാം പഠിക്കും. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ വേഗം നന്നായിട്ട് പഠിച്ചൊക്കെ വരും. Certain factors released by the tissues at the site of injury can also initiate coagulation. Calcium iron play a very important role in clotting. ആ സെന്റൻസ് അങ്ങ് മറക്കരുത് കേട്ടോ, അത് മാർക്ക് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിംഫാണ്. ലിംഫ് എന്ന് പറയുന്നത് ടിഷ്യൂ ഫ്ലൂയിഡ്. അതിനെ പറ്റിയിട്ട് വലിയ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനില്ല. As the blood passes through the capillaries in tissue, some water along with many small water soluble substance move out into the space between the cells of tissues, leaving larger proteins and most of the formed elements in the blood vessels. അത് വേറൊന്നുമില്ല, ബ്ലഡിൽ കൂടി പൊക്കോണ്ടിരിക്കുന്ന ഒരു ബ്ലഡ് വെസൽസിൽ കൂടി പൊക്കോണ്ടിരിക്കുകയാണ് ബ്ലഡ്. ഈ ബ്ലഡിൽ നിന്ന് തന്നെ കുറച്ച് ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് പുറത്തോട്ട് ചാടുകയാണ്. ഈ ബ്ലഡ് വെസൽസ് എനിക്കിനി ഇവിടെ ജീവിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ചാടുകയാണ്. ഈ പുറത്തോട്ട് ചാടി ഈ ഫ്ലൂയിഡിന്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ എമൗണ്ട് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ചെറിയ സബ്സ്റ്റൻസും കൂടി ഈ വെള്ളത്തിന്റെ കൂട്ടത്തിൽ മാറുന്നുണ്ട്. ബ്ലഡ് അവിടെ കൂടി പോകുന്നുണ്ട് കേട്ടോ. ഈ ബ്ലഡിന്റെ കൂട്ടത്തിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കൂട്ടത്തിൽ പോകുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് പേര് എനിക്ക് ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് വെസൽസ് ഇന്ന് ചാടി പുറത്ത് ചാടുന്നുണ്ട്. ഇവരെവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഈ ടിഷ്യൂസിൻ്റെ ഇടയ്ക്ക് കയറിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിനെ അല്ലെങ്കിൽ നമ്മൾ ലിംഫ് എന്ന് വിളിക്കും. ഇതിന് പ്രത്യേകമായിട്ട് ഒരു സിസ്റ്റം തന്നെയുണ്ട്. ഇപ്പം നമ്മൾ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് പോലെ ലിംഫിന് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡിന് മാത്രമായിട്ട് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലിംഫിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് പ്ലാസ്മ. ആ ഒരു പോയിന്റ് നമ്മുടെ NCERT പറയുന്നുണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്ത് തന്നെ പഠിച്ചേ പറ്റത്തുള്ളൂ. Okay, this fluid released out is called interstitial fluid or tissue fluid. Interstitial fluid എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെൽസിന്റെ ഇടയ്ക്ക് കാണുന്ന ഫ്ലൂയിഡ്, അതാണ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദ സെയിം മിനറൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് ദാറ്റ് ഇൻ പ്ലാസ്മ. അപ്പം ഇവിടെ എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്, ഗ്യാസസ് എക്സെട്ര ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സെൽസ് ഓൾവേസ് ഒക്വർ ത്രൂ ദിസ് ഫ്ലൂയിഡ്. അപ്പോൾ ഈ ബ്ലഡ് കാപ്പിലറീസ് പൊക്കോണ്ടിരിക്കുകയാണ്. സെൽസ് ഉണ്ട്, ഇതിന്റെ നടുക്ക് നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ്സ് ഉണ്ട്. ഈ ടിഷ്യൂ ഫ്ലൂയിഡ്സ് ഈ ബ്ലഡിൽ നിന്ന് ഗ്യാസസിനെയും ന്യൂട്രിയൻസിനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് ആ സെന്റൻസ് പറയുന്നത്. An elaborate network of vessels called the lymphatic system collect this fluid and drains it back to major veins. Okay. The fluid present in the lymphatic system is called lymph. ഓക്കെ, അത് ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്തുള്ള ഫ്ലൂയിഡിനെ നമ്മൾ ലിംഫ് എന്ന് വിളിക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ലിംഫ് ഈസ് അത് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ലിംഫ് ഈസ് എ കളർലെസ് ഫ്ലൂയിഡ് കണ്ടെയ്നിങ് സ്പെഷ്യലൈസ്ഡ് ലിംഫോസൈറ്റ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂൺ റെസ്പോൺസസ് ഓഫ് ദ ബോഡി. അതായത് കളർലെസ് ഫ്ലൂയിഡ് ആണ് ലിംഫ് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ലിംഫോസൈറ്റ്സുകളാണ് ഉള്ളത്. ഈ ലിംഫോസൈറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇമ്മ്യൂൺ റെസ്പോൺസസ്? അതാണ് നമ്മുടെ ബോഡി പ്രതിരോധ ശേഷി. അതാണ് ലിംഫോസൈറ്റ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Lymph is also an important carrier for nutrients, hormones. അതിൽ ഹോർമോൺസ് എന്നുള്ള വേർഡ് നോക്കി വെച്ചോളൂ. It is an important carrier for hormones also. Fats are absorbed through lymph in the lacteals present in the interstitial villi. Interstitial villi എവിടെയാണെന്ന് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ പഠിച്ചവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി ചെന്ന് ഡൈജഷൻ അബ്സോർപ്ഷൻ കാണുക. ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്റർസ്റ്റീഷ്യൽ വില്ലൈനെ പറ്റിയിട്ട്, അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇന്റർസ്റ്റീഷ്യൽ വില്ലൈനകത്തുള്ള ഒരു മേജർ ലാർജ് ലിംഫ് വെസലാണ് ലാക്ടീൽസ് എന്ന് പറയുന്നത്. ഈ ലാക്ടീൽസ് എന്ന് പറയുന്ന ഈ ലാക്ടീൽസിലൂടെയാണ് ഫാറ്റിനെ മൊത്തം അബ്സോർബ് ചെയ്യപ്പെടുന്നത്.
ഓക്കെ, ഇത്രയാണ് നമ്മുടെ NCERT എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ച പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മറന്നിട്ടില്ല, സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു എന്താ പറയുക, പുതിയൊരു സംഭവം പരിചയപ്പെടുത്താൻ പോവുകയാണ്. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, നിങ്ങൾ എന്നെ ഡയറക്റ്റ് കാണുക, അപ്പോൾ കണ്ടോളൂ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ബുക്ക് എന്ന് പറയുന്നത്, സർപ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബയോളജി ഗ്രാൻഡ് മാസ്റ്റർ, നമ്മുടെ ദിനേശ് പബ്ലിക്കേഷൻസിൻ്റെ ബയോളജി ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ഇതിനകത്ത് ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, നമ്മുടെ ഒരു സബ്ജക്റ്റിനെ അവർ തന്നെ ടോപ്പിക്കായിട്ട് പല സബ് ടോപ്പിക്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സബ് ടോപ്പിക്സിൽ നിന്ന് ഓരോ സബ് ടോപ്പിക്സിനും മാക്സിമം വരാൻ പറ്റുന്ന MCQs അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര നല്ലതായിട്ട് തോന്നിയൊരു ബുക്കാണ്. കാരണം അങ്ങനെ ഒരു ബുക്ക് ഞാൻ പല ഗൈഡും വായിച്ചിട്ടുണ്ട് ബയോളജിയുടെ, പക്ഷേ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ NCERT വായിക്കണം, ഒപ്പം തന്നെ നമ്മൾ MCQs ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ബയോളജി എന്ന് പറയുന്നത് MCQs ചെയ്യുന്നതിൽ കുറച്ച് കാര്യമുണ്ട്. ഫിസിക്സ് കെമിസ്ട്രി പോലെ തന്നെ ഈ അവസാനത്തെ നിമിഷം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ MCQs ചെയ്യുന്നതിന് അതിന് ഈക്വൽ ആയിട്ടുള്ള പങ്കുള്ളത് കാരണം ഇപ്പം ഞാൻ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ബുക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുത്ത ഈ പോർഷൻസ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓൾമോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെൻറ്റൻസും നമ്മുടെ NCERT ഉള്ളതുപോലെ തന്നെയാണ് ഇവർ സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പണ്ടും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ MCQs ചോദിക്കുമ്പോൾ മോർ ദാൻ ഒരു 3 questions ഒക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് വരാറുണ്ട്. ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ പറ്റത്തില്ല, NCERT പുറത്ത് ആയിട്ട് വരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോൾ അങ്ങനത്തെ പോയിന്റ്സുകൾ പോലും ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു പ്രത്യേകത. ആ ഒരു ബുക്ക് ഇനി ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ബുക്ക് മേടിക്കുക. കാരണം ഇത് എൻ്റെ പേഴ്സണൽ സജഷനാണ്. നമ്മുടെ ബയോളജി ഗ്രാൻഡ് മാസ്റ്റർ ദിനേശ് പ്രൊഡക്ഷൻ്റെ ബുക്ക്. സോറി കേട്ടോ, ഇത് ഞാൻ തിരിഞ്ഞിരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണണമെന്നുള്ളവർക്ക് ഈ ഒരു പോർഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിൽ തന്നെ ഞാൻ കുറച്ച് MCQs നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻട്രസ്റ്റ് ഉള്ളവർ മേടിക്കുക. നമ്മുടെ യൂട്യൂബിൻ്റെ എൻ്റെ ചാനലിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇത് മേടിക്കാനായിട്ട് ഞാൻ കണ്ടുപിടിച്ച് ആമസോണിൽ നിന്ന് എടുത്ത് ലിങ്ക് ഇടുന്നതായിരിക്കും. ഇഷ്ടമുള്ളവർക്ക് മേടിക്കട്ടോ. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ബ്ലഡ് ഗ്രൂപ്പ്സിനെ പറ്റി പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ്, RH ഗ്രൂപ്പിംഗ്, അത് തന്നെയാണ്. 30 ടൈപ്സ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു സംഭവം കാണാൻ പറ്റും. ABO ഗ്രൂപ്പിങ്ങിനകത്ത് അവർ ഓൾറെഡി പറയുന്നുണ്ട് ആരാണ് ABO ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നതെന്നുള്ളത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് അത് പറയുന്നുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ആൻസർ പറയണോ വേണ്ടട്ടില്ലേ, നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്തോളൂ, നിങ്ങൾ തന്നെ കമൻറ്റ് ഇട്ടോളൂ ആ ഒരു വ്യക്തി ആരാണെന്നുള്ളത്. ഓക്കെ, ABO ഗ്രൂപ്പിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബേസ്ഡ് ഓൺ ദ absence of specific antigen A and B over the surface of erythrocytes. A ആൻറ്റിജൻ എന്ന് പറയുന്നത് വിത്ത് ടെർമിനൽ N-acetyl glucosamine. ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ലാത്തതാണ്. ഇത് നമുക്ക് വലിയ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, അത് വേണ്ട. ഈസ് പ്രസന്റ് ഓവർ ദ സർഫസ് ഓഫ് എറിത്രോസൈറ്റ്സ് ഓഫ് ദ ബ്ലഡ് ഗ്രൂപ്പ് A and B ആൻറ്റിജൻ വിത്ത് ടെർമിനൽ ഗാലക്ടോസിസ് ഫൗണ്ട് ഓവർ ദ സർഫസ് ഓഫ് എറിത്രോസൈറ്റ്സ് ഓഫ് ദ ബ്ലഡ് ഗ്രൂപ്പ് B. Both the antigens are found in the case of AB blood group erythrocytes. No antigens is present in the case of O blood group erythrocytes. Blood group A, B and O were discovered by അതായിരുന്നു നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. AB ബ്ലഡ് ഗ്രൂപ്പ് വാസ് ഡിസ്കവേർഡ് ബൈ ഹിസ് സ്റ്റുഡൻസ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഔട്ട് ഓഫ് സിലബസും അല്ല, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് ചോദിക്കാൻ ഇടവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. നമ്മുടെ അതേ സെയിം ടേബിളിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഈ ടേബിൾ തന്നെ അവർ വിശദീകരിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നില്ലേ, ഒരു ആൻറ്റിജൻ A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു ആൾ, അതുപോലെ തന്നെ B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ ആൻറ്റിജൻ Aയും ആൻറ്റിജൻ Bയും എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നത് ഈ ബുക്കിൽ നിന്ന് വായിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത്. അതേ സംഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻറ്റി-B കോസ് ക്ലോട്ടിംഗ് ഓഫ് B ബ്ലഡ് ഗ്രൂപ്പ് എറിത്രോസൈറ്റ്സ്, ആൻറ്റി-A കോസ് ക്ലംപിംഗ് ഓഫ് എറിത്രോസൈറ്റ്സ് ഓഫ് A ബ്ലഡ് ഗ്രൂപ്പ്. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നത് ഈ ബുക്കിൽ നിന്നാണ്. അപ്പോൾ ആ ടേബിളും ഇവിടെ തന്നെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ RH ഗ്രൂപ്പിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമ്മുടെ NCERT പറയുന്നത് പോലെയല്ല, ഇവർ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു മനുഷ്യന് വായിക്കുമ്പോഴത്തേനും വേഗം മനസ്സിലാവാത്ത രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പറയുന്നതാണ് ലാൻസ്റ്റീനർ ആൻഡ് വീനർ ഫൗണ്ട് ദാറ്റ് ദ എറിത്രോസൈറ്റ്സ് ഓഫ് മെനി പേഴ്സൺസ് ക്യാരി ആൻ ആൻറ്റിജൻ ഓൾസോ ഫൗണ്ട് ഇൻ റീസസ് മങ്കീസ്. ഇറ്റ് ഈസ് കോൾഡ് RH ആൻറ്റിജൻ.
Erythrocytes having Rh antigen is called Rh positive. Nearly 80% of the human population is Rh positive. Other which do not have antigen is called Rh negative. For blood transfusion, Rh is matched as Rh negative person can develop antibodies against Rh positive blood and destroy the same. അത് സിമ്പിൾ ആണ്. Rh നെഗറ്റീവും Rh പോസിറ്റീവും തമ്മിൽ ട്രാൻസ്ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RBCസിൻ്റെ ലൈസിസ് ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ക്ലംപിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലംപിംഗ്. Okay, അപ്പം a more violent reaction occurs in pregnancy of Rh positive fetus and Rh negative mother. The first pregnancy is safe as the two bloods are separated by placenta. First pregnancy എന്ന് പറയുന്നത് സേഫ് ആയിരിക്കും, കാരണം അവിടെ പ്ലാസൻ്റ ഉണ്ട്. But however, at the time of delivery, some Rh positive blood cells enter the blood of Rh mother. അതായത് ബേബിയുടെ Rh പോസിറ്റീവ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യും, Rh നെഗറ്റീവ് ആയിട്ടുള്ള മദറിൻ്റെ ബോഡിയിൽ എൻ്റർ ചെയ്യും. ദ മദർ ബിൽഡ്സ് Rh ആൻറ്റിബോഡീസ് ഓവർ ദ ടൈം. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, മദറിൻ്റെ ബോഡിയിൽ Rh നെഗറ്റീവ് ആൻറ്റിബോഡീസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എ സെക്കൻഡ് പ്രഗ്നൻസി വിത്ത് Rh പോസിറ്റീവ് ഫീറ്റസ് വിൽ കോസ് അറ്റാക്ക് ഓഫ് മദേഴ്സ് ആൻറ്റിബോഡീസ് ഓവർ ദ ഫീറ്റൽ ബ്ലഡ്. അതായത് രണ്ടാമതും Rh പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബേബി ഉണ്ടാകുവാണെങ്കിൽ അമ്മയുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ആൻറ്റിബോഡീസ് ഫീറ്റൽ ബ്ലഡിനെ അറ്റാക്ക് ചെയ്യും. RBCs ഓഫ് ദ ഫീറ്റൽ ബ്ലഡ് are destroyed. അങ്ങനെ എന്ത് സംഭവിക്കും, ഫീറ്റൽ ബ്ലഡിന്റെ RBCs എല്ലാം നശിച്ചു പോകും. This will produce jaundice and severe anemia in the baby. This condition is called erythroblastosis fetalis. It can lead to death of the fetus. The situation can be remedied by administering anti-Rh antibodies to the mother soon after first delivery. The situation is remedied by administering anti-Rh antibodies to mother soon after the first delivery. അപ്പം ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ anti-Rh ആൻറ്റിബോഡീസ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിലൂടെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് കൊയാഗുലേഷൻ ഓഫ് ദ ബ്ലഡ്. കൊയാഗുലേഷൻ ഓഫ് ദ ബ്ലഡ് എന്ന് പറയുന്നത് സെയിം ഈ സംഭവം ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആ ഒരു ഫ്ലോ ചാർട്ട് അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് ആക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ത്രോംബോപ്ലാസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, പ്രോത്രോംബിൻ എന്താണെന്ന് പറയുന്നുണ്ട്. അത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ ഇവിടെ ഇതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതാണ്, NCERTയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ കണ്ടതാണ്. പ്രോത്രോംബിൻ എന്ന് പറയുന്നത് എ ഗ്ലോബുലിൻ ഫോംഡ് ഇൻ ദ ലിവർ ഇൻ പ്രസൻസ് ഓഫ് വൈറ്റമിൻ കെ. അതായത് നമ്മുടെ ലിവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ NCERTയിൽ ഇല്ലാത്തൊരു കാര്യമാണ്, പക്ഷേ അത് നീറ്റ് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പോർഷനാണ് നമ്മുടെ ഈ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. അത് സിമ്പിളായിട്ട് ഒരു വിശദീകരിച്ച് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിംഫ് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ലിംഫ് ഈസ് എൻ കളർലെസ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ വിച്ച് ഒറിജിനേറ്റ്സ് ഫ്രം ബ്ലഡ് ത്രൂ ഫിൽട്രേഷൻ ആൻഡ് പാസ് ബാക്ക് ടു ദ ബ്ലഡ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ലിംഫിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സിമ്പിളായിട്ട് പിന്നെയും കുറച്ച് സ്ലോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു കാര്യംസാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചൂസ് ചെയ്ത് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഞാൻ ഓൾറെഡി ചോദിച്ചു ബ്ലഡ് ഗ്രൂപ്പ്സ് വെയർ ഡിസ്കവേർഡ് ബൈ എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഴ്സൺ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരാൾക്ക് എന്താണ് ആൻറ്റിജൻ എ ആൻഡ് ആൻറ്റിബോഡി ബി. ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാമല്ലോ, ആൻറ്റിജൻ എ ആൻഡ് ആൻറ്റിബോഡി എ, നോ ആൻറ്റിജൻ ബട്ട് ആൻറ്റിബോഡീസ് എ ആൻഡ് ബി, ആൻറ്റിജൻ എ ആൻഡ് ബി ബട്ട് നോ ആൻറ്റിബോഡീസ്. അങ്ങനെ ഓപ്ഷൻ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് എൻ്റെ ആൻസർ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുതരാതെ തന്നെ അറിയായിരിക്കും. ബ്ലഡ് ഗ്രൂപ്പ് എ ആയിട്ടുള്ള ഒരാൾക്ക് എന്താണ്, അവർക്ക് ആൻറ്റിജൻ എ ഉണ്ടാവും, ആൻറ്റിബോഡി ബി ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നവരാരാണ്, വിശാല മനസ്കരായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ്. ഇൻ ഹ്യൂമൻ ബീങ്സ് ദ ലൈഫ് സ്പാൻ ഓഫ് എറിത്രോസൈറ്റ്സ് ഈസ് 120 days. അത് നമുക്ക് പഠിക്കേണ്ട കാര്യം പോലില്ല, അങ്ങനെ തന്നെ പറയാം. ഇലക്ട്രോലൈറ്റ്സ് നെസസറി ഫോർ കൊയാഗുലേഷൻ ഓഫ് ദ ബ്ലഡ്, അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ കാൽഷ്യം ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു AB പോസിറ്റീവ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് 10th ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോംഡ് എലമെന്റ്സ് ഓഫ് ബ്ലഡ് ആർ നോട്ട് കോൾഡ് സെൽസ് ബിക്കോസ് ദേ കൺസിസ്റ്റ് ഓഫ് സെൽസ്, സെൽ റെമനൻസ്, സെൽ ഫ്രാഗ്മെന്റ്സ് എല്ലാം ഉണ്ട് അതിനകത്ത്. ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാ സെൽസ് ടൈപ്പുകളും ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ ഓൾ ദ എബവ് ആണ്. അതുപോലെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ദ ബ്ലഡ് ഈസ് ഡ്യൂ ടു എന്താണ്, ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആൽബുമിൻ, പ്രോട്ടീൻസ്, സോഡിയം,
അതുപോലെ തന്നെ ക്ലോറിൻ അയോൺസ്, അങ്ങനെ അല്ലെങ്കിൽ ഓൾ ദ എബോ, ഇതിനകത്ത് എല്ലാം ആൽബുമിൻ പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സോഡിയം അയോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ക്ലോറിൻ അയോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഓൾ ദ എബോ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ഇഷ്ടം പോലെ ഞാൻ ഇപ്പോൾ ഈ പഠിപ്പിച്ചു തന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രം ഇവർക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയാമോ? ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. 99 ക്വസ്റ്റ്യൻസ് ഞാൻ ഇത്രയും പഠിപ്പിച്ച പോർഷനിൽ നിന്ന് അവരെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു ബുക്ക് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അത് നിങ്ങൾ മേടിക്കുക. യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേടിക്കാനുള്ള ലിങ്ക്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.